വ്യൂ ആകട്ടോ ഇത്. അങ്ങനെ നമ്മളിത് മലയാറ്റൂർ എത്തിയിട്ടുണ്ട്. അപ്പം കാറിനെന്ന് പറയുന്നത് 25 രൂപ കേട്ടോ. മൊത്തം റബ്ബറാണ്. നോക്കി എന്ത് രസമെന്ന് നോക്കിയാൽ കാണാനായിട്ട്. നിർത്തി ഇതിപ്പോൾ നമ്മുടെ ഷോളയാർ ഡാം എന്ന് പറയും. ഈ ഒരു വണ്ടി കിടക്കുന്ന ഈ ഒരു ലൊക്കേഷൻ നോക്കി, ഇത് നോക്കി ആ ഒരു വഴി നോക്കി. നമ്മൾ ആ ഒരു വഴി കൂടെയാണ് ഇറങ്ങിപ്പോകേണ്ടത്. ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ചെറിയൊരു ട്രിപ്പിന് ഇറങ്ങിയതാണ്. ഇത് രാവിലത്തെ ഇവിടുത്തെ ഒരു കാലാവസ്ഥയൊക്കെ നോക്കിയേ. പക്ഷെ ഇന്ന് നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കാറിനാണ് പോകുന്നത്. അപ്പോൾ അവൻ്റെ വണ്ടി അവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തെ മഞ്ഞും കാര്യങ്ങളും ഒക്കെ നോക്കി രാവിലെ തന്നെ നല്ല കിട്ടിലാണ് ഇതാണ്. അപ്പോൾ എന്താ ഗോകുൽ അവിടെ നിന്ന് വൻ വീഡിയോഗ്രാഫി ഒക്കെ ചെയ്യുന്നുണ്ട്. വ്ളോയിങ് ആണോടാ? വ്ളോയിങ് ആണോ? അപ്പോൾ ഞാനുണ്ട്, ഇത് ചിരാതുണ്ട്, അതിൻ്റെ തുണ്ണിയിരിപ്പുണ്ട്, പിന്നെ ഗോകുലും ഉണ്ട് കേട്ടോ. നമ്മൾ 4 പേരാണ് ഇന്ന് പോകുന്നത്. ഇത് കണ്ടില്ലേ വണ്ടി കിടക്കുന്ന നോക്കി, നല്ലൊരു ഫ്രെയിമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ആതിരപ്പള്ളിക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയുണ്ട്, നമുക്ക് ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് തെറിക്കാം കേട്ടോ. രാവിലെ ഇവിടുത്തെ ഒരു ഇതൊക്കെ നോക്കിയാൽ ഫുള്ള് വൈബാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. അങ്ങനെ നമ്മൾ വണ്ടി വരുന്ന വഴിക്ക് ഇവിടെ നിന്ന് നിർത്തിന്നു. ഇത് നോക്കിയേ ഇവിടുത്തെ ഒരു വ്യൂ ആകട്ടോ ഇത്. എൻ്റെ പിന്നെ അവിടെ നിന്ന് നല്ല രീതിക്ക് സൂര്യൻ്റെ വെട്ടം അടിക്കുന്നുണ്ട്. ഈ ഒരു സ്ഥലത്തിന് മറ്റേ നേര്യമംഗലം കാടിന് കയറുന്ന ഒരു സ്ഥലമാണ്, പാമ്പള ആ ഒരു സൈഡാണ് കേട്ടോ. അതെ, ആ ഒരു ഭാഗമൊക്കെ നോക്കിയാൽ ഫുള്ള് മഞ്ഞ് കയറി കിടപ്പുണ്ട്. എന്ത് രസമാണെന്ന് നോക്കിയേ. ഇതൊരു മറ്റേ പവർ ഹൗസാണ് കേട്ടോ. കണ്ടാ സെറ്റല്ലേ നോക്കി, വെള്ളം ഒഴുകുന്നത്. ഇന്നലത്തെ ഒരു മഴയുടെ ഒരു എഫക്റ്റാണ്. എന്തായാലും ആ ഒരു വ്യൂ എന്തായാലും അടിപൊളി ഒരു വ്യൂ ആണ് നോക്കിയാൽ. മൊത്തം മഞ്ഞ് കയറി കിടക്കുന്നത്. ഇവിടെ ഒരു ബൗബൗ ഒക്കെ ഉണ്ട് കേട്ടോ. എന്താ അങ്ങനെ നമ്മളിത് മലയാറ്റൂർ എത്തിയിട്ടുണ്ട്. അപ്പം എന്താ ഈ ഒരു ഭാഗത്താണ് മലയാറ്റൂർ പള്ളി. ആ ഒരു ഭാഗത്ത് നമ്മൾ വണ്ടി ഇവിടെ കൊണ്ട് നിർത്തി. ചുമ്മാ ഈ ഒരു റൂട്ട് പോകാമെന്ന് വെച്ചാൽ ഇതിലെ ഒരു കിടിലിനൊരു വഴിയുണ്ട്, നമുക്ക് ആ ഒരു റൂട്ട് പോകാമെന്ന് വെച്ച് കേട്ടോ. ഇത് നോക്കിയേ, ഈ ഒരു ഇതിന് പറയുന്ന നക്ഷത്ര തടാകം എന്നാണ് കേട്ടോ. എന്ത് രസമല്ലേ കാണാനായിട്ട്. അതായത് പറഞ്ഞ കേട്ട അറിവാണ്, ഈ നമ്മുടെ ഈ ക്രിസ്മസും ന്യൂ ഇയർ ടൈമിൽ ഈ ഒരു ഭാഗം മൊത്തം നക്ഷത്രം വെച്ച് അലങ്കരിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സ്ഥലം നോക്കി എന്ത് രസമല്ലേ കാണാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ചെറുക്കനും അവിടെ കിടപ്പുണ്ട്, അവരും അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഈ ഒരു റൂട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ മറ്റേ നമ്മുടെ പ്ലാന്റേഷൻ്റെ അതിലേ കയറി അങ്ങനെ അങ്ങ് പോവും. അപ്പോൾ നല്ല കിടലിന് കേട്ടോ. ചിലപ്പം കുറച്ച് ആനേനെയൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ആകാശമൊക്കെ നോക്കി എന്ത് രസമല്ലേ അതിൻ്റെ അകത്ത് കാണാനായിട്ടൊരു പ്രത്യേക ഒരു കളറ്. അപ്പോൾ നമ്മളിത് വരുന്ന വഴിക്ക് വണ്ടി ഒന്ന് നിർത്തി. ഈ ഒരു പ്ലാന്റേഷൻ്റെ അകത്തൂടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇനിയിപ്പം നേരെ ഈ ഒരു വഴി കയറി പോകണം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കണം. ഒരു 10 രൂപ അങ്ങോട്ട് ചാർജും ഉണ്ട്. കണ്ടില്ലേ, ഇത് ഫുള്ള് റബ്ബർ പ്ലാന്റേഷനാണ്. അപ്പോൾ കാറിനെന്ന് പറയുന്നത് 25 രൂപ കേട്ടോ. നമ്മൾ വണ്ടി നമ്പരും കൊടുത്ത് പൈസയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇല്ല പോകില്ലേ. കമോൺ വ്ലോഗ് ചെയ്യടാ. വർഷങ്ങളായി കിടക്കുന്ന ഡപ്പകൾ, ഡപ്പ ഇതിന് ജാറുകൾ. ഓ, റോഡൊക്കെ മനോഹരമാണ്. അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് വണ്ടി വീണ്ടും ഒന്ന് നിർത്തി. നോക്കി ഈ ഒരു ഭാഗം മൊത്തം നോക്കി, ഇത് ഫുള്ള് റബ്ബറും തേക്കുമാണ് നിൽക്കുന്നത്. ഈ നിൽക്കുന്നതെല്ലാം തേക്കാണ്. ഈ ഒരു ഭാഗം മൊത്തം റബ്ബറാണ്. നോക്കി എന്ത് രസമെന്ന് നോക്കിയാൽ കാണാനായിട്ട്. അതുകൊണ്ട് ആ ഒരു എന്ത് അത് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മളിത് ഈ ഒരു വഴിയാണ് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ആതിരപ്പള്ളി എത്താറായി, കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. അങ്ങനെ നമുക്ക് ഇതിൻ്റെ അകത്തൂടെ അങ്ങനെ പോകാം. ഇതുവരെ ആയിട്ടും ആനേനെയൊന്നും കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ കഴിഞ്ഞ തവണ വന്നപ്പോൾ നമ്മൾ 2 സ്ഥലത്ത് വെച്ച് ആനേനെ കണ്ടു. ഒരെണ്ണം ഇവിടെ ഈ ഒരു ഭാഗം കഴിഞ്ഞ് കുറച്ച് അപ്പുറത്ത് വെച്ചും കണ്ടായിരുന്നു, പിന്നെ ആ ഫ്രണ്ട് അവിടെ വെച്ചും കണ്ടായിരുന്നു കേട്ടോ. പശുക്കൾ വെള്ളപ്പശു, കറുത്ത പശു, ചോലപ്പശു. നോക്കിയ പശുവൊക്കെ റോഡിന് അടുക്കുമെന്ന് മാറുന്നേ ഇല്ല കേട്ടോ. ബാറ്റ്മാൻ ചോദിക്കേ, നമ്മളങ്ങനെ പോകും. അപ്പോൾ പുള്ളിക്ക് ക്യാമറ കണ്ടപ്പോൾ ഒരു സന്തോഷം. മാറ് എടാ, തൊട്ട് കഴിഞ്ഞാൽ ഓടി പോക്കോളൂടാ. പിന്നില്ലേ.
അങ്ങനെ നമ്മളിത് ആതിരപ്പള്ളി വന്നിട്ടുണ്ട്. വണ്ടി ഇത് ഇവിടെ പാർക്ക് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഇത് നോക്കിയാൽ അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. ചിലപ്പോഴേ താഴേക്ക് ഇറങ്ങത്തുള്ളൂ, കാരണം നമുക്ക് വാൽപ്പാറയ്ക്ക് പോകാനായിട്ടൊരു പ്ലാനുണ്ട്. സോ എന്തായാലും അവിടെ പോയിട്ട് മണ്ടേ എന്നുള്ളൊരു വ്യൂ കണ്ടിട്ട് നമുക്ക് നേരെ വാൽപ്പാറയ്ക്ക് പോകാം. പറ്റുമെങ്കിൽ നമുക്ക് ഇറങ്ങാം, ഇല്ലെങ്കിൽ നമ്മൾ നേരെ തിരിച്ച് വാൽപ്പാറയ്ക്ക് പോകാനാണ് പ്ലാൻ. തിരിച്ചല്ല, നേരെ വാൽപ്പാറയ്ക്ക് തന്നെ പോകാനാണ് പ്ലാൻ. അപ്പോൾ എന്തായാലും നോക്കട്ടെ കേട്ടോ. അങ്ങനെ നമ്മളിത് ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ടിക്കറ്റ് 50 രൂപ വെച്ചാൽ കേട്ടോ ഇതിൻ്റെ അകത്ത് കയറുന്നതിന്. അതായത് നമ്മളിത് ഇതിൻ്റെ അകത്തൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറേ നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് നോക്കി അങ്ങോട്ടുള്ളൊരു വ്യൂ നോക്കിയേ. എൻ്റെ ഓനെ ഫുള്ള് സീൻ. നമ്മളിത് ഇതിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വല്ലതും കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നല്ല രീതിക്ക് ഇതുണ്ട് കേട്ടോ, അതിൻ്റെ സൗണ്ട് നല്ല രീതിക്കുണ്ട്. ഇത് നോക്കിയേ. അപ്പോൾ ഇവിടെ നോക്കിയേ, അതിൻ്റെ എറിച്ചിലടിക്കുന്നു നോക്കിയേ. എന്ത് ഇതല്ലേ. അങ്ങനത്തെ അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വണ്ടി എടുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ വാൽപ്പാറയ്ക്ക് വിടാം കേട്ടോ. അവിടെ ചെക്ക് പോസ്റ്റിൽ പോകണം. ചെക്ക് പോസ്റ്റിൽ നിന്ന് ഇതെടുക്കണം. ആ കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. അപ്പോൾ എന്താ വരുന്ന വഴിക്ക് വണ്ടി ഇവിടെ ചുമ്മാ ഒന്ന് നിർത്തിയതാണ്. നല്ല രസമല്ലേ ഈ ഒരു സ്ഥലം കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു സ്ഥലം എന്നൊക്കെ പറയുന്നത് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡ് ഫുൾ ഇല്ലിയാണ്. നമ്മുടെ ഈ ഒരു സൈഡ് ഫോറസ്റ്റാണ്. അത് വലിയൊരു വണ്ടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുന്ന് ആ ഒരു വെള്ളമൊക്കെ ഒഴുകുന്നത് അത്യാവശ്യം നല്ലപോലെ ഈ ഒരു സൈഡിൽ നിന്ന് കാണാം. അപ്പോൾ നമ്മളിത് അവിടെ നിന്ന് എൻട്രി ചെയ്തിട്ട് ഇങ്ങോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ ഈ ഒരു റൂട്ട് പോകാം. ഇവിടെ ജസ്റ്റ് ഒന്ന് നിർത്തിയാണ് കേട്ടോ, കടയിലേക്കൊക്കെ ഒന്ന് പോയിട്ട് വരാനായിട്ട്. നമുക്ക് 2 മണിക്കൂർ കൊണ്ട് ചെല്ലണം. ഇപ്പോൾ സമയം 1:25 കൊടുത്തേക്കുന്നത്. അതവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് 3:45 ആകുമ്പോൾ 3:30 ആകുമ്പോൾ അവിടെ ചെല്ലണം. പോലും പക്ഷെ കാണുന്നില്ല. ഇത് നോക്കി. അങ്ങനെ നമ്മളിതേ വണ്ടി വരുന്ന വഴിക്ക് നിർത്തിയതേ ഇത് കണ്ടില്ലേ, ഷോളയാർ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് വാൽവ് ഹൗസ്. ഇത് കണ്ട. ഞാൻ അങ്ങോട്ടുള്ളൊരു വ്യൂ കാണിച്ചു തരാം കേട്ടോ. നോക്കി ഇങ്ങ് വരെ കാണാം കേട്ടോ. അപ്പോൾ ഇത് നോക്കി വരുന്ന വഴിക്ക് വണ്ടി ഒന്ന് നിർത്തി കേട്ടോ. ഇത് നോക്കി ഇവിടെ ഫുള്ള് വേസ്റ്റൊക്കെ ഇട്ടേക്കുന്നത്. അത് നോക്കി, എൻ്റെ മോന് മൊത്തം വെള്ളം. ഡാമാണെന്ന് തോന്നുന്നു, പക്ഷെ ഡാമിൻ്റെ ഇതൊന്നും കാണുന്നില്ലല്ലോ. ആ ശരിയാ, ദേണ്ടാ അവിടെ ഉണ്ട്. മതി മതി, കയ്യിൽ നിന്ന് പോയി പൊക്കോ. ദേണ്ട അങ്ങ് ഉണ്ടോ, അത് കണ്ടോ. അപ്പോൾ നമ്മളിത് മലക്കപ്പാറ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ വാൽപ്പാറയ്ക്കാണ് പോകുന്നത്. വണ്ടി ഇവിടെ നിർത്തി ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ്. ഇനിയിപ്പോൾ നേരെ വാൽപ്പാറയ്ക്ക് പോയിട്ട്, വാൽപ്പാറയ്ക്ക് ഇവിടെ നിന്ന് ഏതാണ്ട് 27 കിലോമീറ്റർ കേട്ടോ വാൽപ്പാറയ്ക്ക്. അപ്പോൾ നേരെ ഇനിയിപ്പം വാൽപ്പാറയ്ക്ക് പോവാം. ഇപ്പോൾ വരുന്ന വഴിക്കൊരു ഡാം കണ്ടു കേട്ടോ, കൊള്ളാം. അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് വണ്ടി ഒന്ന് നിർത്തി. ഇതിപ്പോൾ നമ്മുടെ ഷോളയാർ ഡാം എന്ന് പറയുന്ന ഡാമാണ് കേട്ടോ. നമ്മൾ കുറച്ച് മുമ്പേ കണ്ട ഒരു വിഷ്വലി കണ്ട ഒരു ഡാമിൻ്റെ ടോപ്പ് ഭാഗമാണിത്. നിങ്ങളിത് ആ ഒരു ഭാഗമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവിടെ ഫുള്ള് മഞ്ഞ് കയറി കിടക്കുവാണ്. അതുപോലെ തന്നെ ആ ഒരു ഭാഗം തേയിലയാണ്. ഈ ഒരു ഭാഗവും തേയിലയുണ്ട്. ഇവിടെയൊക്കെ കുറച്ച് ഭാഗങ്ങൾ കാടാണ്. പിന്നെ ആ ഒരു ഭാഗവും കുറേ ഭാഗം തേയിലയുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇപ്പോഴാണെങ്കിൽ അത്യാവശ്യം മഴയും ചാറുന്നുണ്ട് കേട്ടോ. സെറ്റാണ്, മൊത്തത്തിൽ ഒരു അടിപൊളി ഒരു വൈബ് കേട്ടോ. ഡെയിലി പശുവൊക്കെ നടപ്പുണ്ട് വൈകി. കാണാൻ നല്ല രസമുണ്ടല്ലേ ഒരു ഭാഗം. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് വണ്ടി ഇവിടെ നിന്ന് നിർത്തി. ഇപ്പം ശരിക്കും പറഞ്ഞാൽ പൊള്ളാച്ചി റൂട്ട് കയറിയിട്ടുണ്ട്. വാൽപ്പാറ ടൗണിൽ പോയില്ല, നേരെ ഇങ്ങ് പോകുന്നു കേട്ടോ. ഈ ഒരു വണ്ടി കിടക്കുന്ന ഈ ഒരു ലൊക്കേഷൻ നോക്കി, എന്ത് രസമാണെന്ന് നോക്കി. വണ്ടി കിടക്കുന്ന കാണാനായിട്ട് ആ ഒരു ഭാഗം മൊത്തം
മൊത്തം മഞ്ഞാണ്. അതുപോലെ തന്നെ എന്താ ഈ ഒരു ഭാഗം എല്ലാം നല്ലപോലെ തേയിലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുള്ള് തേയിലയാണ്. ഇവിടെ കുറേ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലയമൊക്കെയാണെന്ന് തോന്നുന്നു, കറക്റ്റ് അറിയാൻ പാടില്ല കേട്ടോ. പക്ഷേ ആ ഒരു വൈബ് നല്ല രസമുണ്ട് കാണാനായിട്ട്. എൻ്റെ മോനെ പ്രത്യേക വൈബ് കേട്ടോ. നിങ്ങൾ ആ ഒരു ഭാഗമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഫുള്ള് മഞ്ഞാണ്. അങ്ങോട്ട് നോക്കി, അത് ശരിക്കും പറഞ്ഞാൽ ഈ ക്യാമറ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വൈബാണ്. ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് നടന്നു നോക്കിയതാണിത്. ഇവിടെ എന്താ ഒരു പ്രത്യേക ഒരു വൈബ് ഉള്ള പോലെ തോന്നി. ഒരു രസമായിരിക്കും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. കുഴപ്പമില്ല കേട്ടോ. ആ ഒരു വീടൊക്കെ ഇരിക്കുന്നത് അത് കാണാൻ നല്ല രസമുണ്ട്. ഇത് കണ്ടോ, ഫുള്ള് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, എൻ്റെ മോനെ പൊളി കേട്ടോ. അതെ, എനിക്ക് ആ ഒരു ഭാഗം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ആ ഒരു ഭാഗം നോക്കിയാൽ ഫുള്ള് നല്ല എന്താ പറയുന്നത്, ഫുള്ള് മഞ്ഞ് കയറി കിടക്കുന്നു. അതുപോലെ ആ ഒരു ടോപ്പ് ഭാഗം എല്ലാം അതെ അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുവാണെങ്കിൽ ചുമ്മാ കിട്ടിലും വൈബായിരിക്കും. എന്തായാലും സംഭവം എല്ലാം സെറ്റാണ് കേട്ടോ. നമ്മൾ വരുന്ന വഴിക്ക് വണ്ടി വീണ്ടും നിർത്തിയിട്ടുണ്ട്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇത് നോക്കി എൻ്റെ മോനത്തെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതെ ആ ഒരു ഭാഗം അവിടെ കണ്ടോ, വെയിലിങ്ങനെ കയറിയിട്ട് ഒരു പ്രത്യേക ഒരു വൈബ് കേട്ടോ അത് കാണാനായിട്ട്. അതുപോലെ തിളങ്ങി നിൽക്കുന്നു. അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആ ഒരു സ്ഥലം ഉണ്ടല്ലോ കിട്ടിലാണ്. അതുപോലെ എന്തേ ഇവിടുന്ന് ഈ മഞ്ഞ് ഇങ്ങനെ കയറി കയറി വരുന്നു നോക്കി എൻ്റെ മോനെ. ഇതുകൊണ്ട് ഇതാണ് ഇവിടുത്തെ ഫുള്ളൊരു വൈബ്. ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പക്ഷേ ഈ ഒരു സ്ഥലം ചുമ്മാ സീനാണ്. അതിൻ്റെ ഇവിടുത്തെ ആ ഒരു തേയില നിൽക്കുന്ന ശരിക്കും പറഞ്ഞാൽ ആ ഒരു അത്രയും ഭാഗം ഉണ്ടല്ലോ എൻ്റെ മോനെ. അതായത് ഈ ഒരു മഞ്ഞ് കയറുന്ന പിന്നെ ആ ഒരു ഭാഗവും പിന്നെ ഇവിടെ അവിടെ എല്ലാം ഫുള്ള് സീനാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് അവിടെ പോയിട്ട് ഒരു ലൈം ടീ കുടിക്കാം കേട്ടോ. സെറ്റ്. അപ്പോൾ നമ്മുടെ ലൈം ടീ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സെറ്റ് സാധനമാണ്. ഇതാണ് കട. വണ്ടി എടുത്തുകൊണ്ട് ഇനിയിപ്പം തിരിച്ചു പോവുകയാണ്. നോക്കി വണ്ടി ഇട്ടേക്കുന്ന ഒരു സ്ഥലം നോക്കി, എന്ത് രസമല്ലേ. നമുക്ക് ഇറങ്ങിപ്പോകാനുള്ള വഴിയാണ് കേട്ടോ ആ കാണുന്നത്. അവിടോട്ട് കൊണ്ട് പാർക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവാണ് അവർ. നമുക്ക് സെറ്റപ്പ് ഒരു വ്യൂ പോയി കണ്ടിട്ട് വരാം കേട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ ഹെയർ പിൻ ബെൻഡ് ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ ഏതാണ്ട് 18 ഹെയർ പിൻ ബെൻഡ് ഇറങ്ങി. ഇനിയിപ്പോൾ നൈസിന് അവിടെ ഒരു വ്യൂ കാണാൻ വേണ്ടി അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുവാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു വ്യൂ നോക്കിയേ, ഇത് കണ്ടോ, എൻ്റെ മോനെ. ആ ഒരു വഴി നോക്കിയാൽ നമ്മൾ ആ ഒരു വഴി കൂടെയാണ് ഇറങ്ങിപ്പോകേണ്ടത്. ഇത് കണ്ട ഇങ്ങനെ അങ്ങ് പോകുക കേട്ടോ. എന്തോരോ ഹെയർ പിൻ ബെൻഡാന്ന് നോക്കിയേ. ഓ സെറ്റ്. ആ കാണുന്നത് നമ്മുടെ ആലിയാർ ഡാമാണ്. ഇത് കണ്ടോ, ഡാം എന്നോല്ലോ നോക്കിയേ. ഫുൾ ഏരിയയും സെറ്റ് കേട്ടോ. സീൻ. പക്ഷെ ആ വഴി പോയേക്കുന്ന അടിപൊളിയാണ് കേട്ടോ. ഇത് കണ്ടോ, ഈസല്ലേ. സമയം ഇപ്പോൾ ഏതാണ്ട് 6:30 ആകാറായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സ്ഥലം നോക്കി എൻ്റെ മോനെ എന്ത് രസമാണെന്ന് നോക്കിയേ. ഇത് ആ ഒരു ഡാമിൻ്റെ ഈ ഒരു സൈഡിൽ കൂടെ ഒക്കെ വഴികൾ കിടപ്പുണ്ട്. അതൊക്കെ എങ്ങോട്ട് പോകുന്നതാണോ നമുക്ക് പോകേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ അതിലേ അങ്ങനെ കയറി ആ ഒരു മലയുടെ സൈഡിൽ കൂടെ അതിലേ അങ്ങനെ അവിടം വരെ ചെല്ലണം കേട്ടോ. അയ്യോ. അതുകൂടാതെ ആ ഒരു ഭാഗമൊക്കെ നോക്കി, ആ ഒരു സൂര്യനൊക്കെ അസ്തമിക്കുന്നതിൻ്റെ ആ ഒരു ഇതൊക്കെ നോക്കി എന്താ അല്ലേ. ആ ഒരു ഭാഗമാണെങ്കിൽ മൊത്തം മഞ്ഞും. അതുകൂടാതെ ഇത് ഞാൻ ഇപ്പോഴാണ് കേട്ടോ ശ്രദ്ധിച്ചത്. അതായത് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം, ആ ഒരു മല നോക്കി, അതെന്ത് രസമാണെന്ന് നോക്കി. ചുമ്മാ സീൻ കേട്ടോ. പക്ഷെ എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ ഈ ഒരു റൂട്ടാണ് പൊളി. ഒരു ദിവസം എന്തായാലും ബൈക്കും കൊണ്ട് വരണം കേട്ടോ. ബൈക്കും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ചുമ്മാ വേറെ ലെവലായിരിക്കും. എന്തായാലും സീൻ വഴി. ഞാൻ ഇവിടെ ഇപ്പോൾ ഇത് 2ാമത്തെ തവണയാണ് വരുന്നത്. എൻ്റെ മോനെ, അവന്മാരാണെങ്കിൽ വണ്ടി ഇട്ടിട്ടിട്ട് ഇതേ ആ ഒരു ഹെയർ പിൻ ബെൻഡ് അവിടെ പോയി കേട്ടോ. അവിടെ നിൽപ്പുണ്ട്. നമ്മളിത് ഇവിടെ നിന്ന് നടന്നത് ഇങ്ങനെ പോകണം. നമ്മളിത് അവിടെ നിന്ന് നടന്നത് ഇങ്ങോട്ടും വന്നു. ഇവിടെ നിന്നുള്ളൊരു വ്യൂ നോക്കിയേ. അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. നമ്മൾ നിന്നത് അവിടാണ്. അവിടെ നിന്ന് നടന്നത് ഇങ്ങനെ വന്നു. അവരിത് അവിടെ നിൽപ്പുണ്ട്. അവിടെ ഫോട്ടോഗ്രാഫിയൊക്കെ നടക്കും കേട്ടോ. ആ സൂര്യനൊക്കെ നിൽക്കി നോക്കി എന്തല്ലേ. ഇനിയിപ്പോൾ ഇതിലെ ഇങ്ങനെ വളഞ്ഞ് ഈ ഒരു വഴിയൊക്കെ വളഞ്ഞ് അങ്ങനെ അവിടെ ചെല്ലണം കേട്ടോ. ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ താഴെ ചെല്ലുമ്പോഴൊക്കെ ഇരുട്ടാവും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ മാക്സിമം നമുക്ക് ഈ ഒരു റോഡൊക്കെ ഇങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യാം. എന്തായാലും സംഭവം കിടലിനാണ് കേട്ടോ. ഇവിടെ വന്നിട്ടുള്ളവർക്കറിയാം ഇത് വഴിയൊക്കെ എങ്ങനെ ഉണ്ടെന്ന്.
എന്തായാലും നമുക്ക് ഒരു ദിവസം ബൈക്കിന് ഉടനെ തന്നെ വരാം ഇതിൽ. കാരണം ഈ ഒരു സ്ഥലം എൻ്റെ മനസ്സിൽ ബൈക്കിന് വരാൻ കുറേ നാളായിട്ട് പ്ലാൻ ഉണ്ട്. ഇതുവരെ ബൈക്കിന് വരാൻ പറ്റിയിട്ടില്ല. കാരണം ആദ്യത്തെ തവണ വന്നതെന്ന് വെച്ചാൽ ഞാനും CJയും പിന്നെ വേറൊരു ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും കൂടെ CJയുടെ ഒരു ക്യാരവാൻ ഉണ്ടായിരുന്നു. ആ ക്യാരവാനും കൊണ്ടാണ് വന്നത്. അന്ന് പക്ഷേ ഈ ഒരു വൈബൊന്നും കിട്ടിയില്ലായിരുന്നു. അത് 2017-18 എങ്ങാണ്ടായിരുന്നു. പക്ഷെ അത് സെറ്റപ്പായത് അന്ന്. ഇന്ന് വേറൊരു വൈബ് കേട്ടോ. അതുകൊണ്ടോ ഇത് 12ാമത്തെ ഹെയർ പിൻ ബെൻഡാണ്. അത് അവിടെ എഴുതിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് 12ാമത്തെ ഹെയർ പിൻ ബെൻഡ്. 40 ഹെയർ പിൻ ബെൻഡ് ഉണ്ട്, അതിലെ 12ാമത്തെ ഹെയർ പിൻ ബെൻഡാണിത്. ഇനിയിപ്പം താഴേക്ക് പോകുമ്പോൾ 11 അങ്ങനെ പോകും കേട്ടോ. ഇപ്പോൾ സമയം ഏതാണ്ട് 8 മണിയൊക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ. നമ്മളിത് ഇപ്പം ഇവിടെ ഒരു ഹോട്ടലിൽ കയറി കഴിച്ചു. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഒരു ഹോട്ടലിൽ കയറി കഴിച്ചു. ഇനിയിപ്പോൾ നമ്മൾ നേരെ തിരിച്ച് പോകുവാണ്. സമയം ഇപ്പോൾ 9 മണിയായിട്ടുണ്ട്. നമ്മൾ ധാരാപുരം എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഏതാണ്ട് 180 കിലോമീറ്റർ അടുത്തുണ്ട് വീട്ടിലേക്ക്. 180 അല്ല, അത് മേളിലുണ്ട്. ഇനിയിപ്പോൾ നേരെ ഇങ്ങനെ ഹൈവേ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മഴയും ചാറുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ്. അപ്പം വരുന്ന വഴിക്ക് വണ്ടി ഒന്ന് നിർത്തി. സമയം ഇപ്പം 11:30 ആ ഒരു കടയിൽ കയറി ചായയൊക്കെ കുടിച്ചു. 11 മണിക്ക് വന്നതാണ്. അവിടെ നിന്ന് കുറേ നേരം ചായയൊക്കെ കുടിച്ചു. വളരെ പെട്ടെന്ന് തന്നെ അങ്ങ് വന്നു കേട്ടോ. അപ്പം കമ്പം ആവാറായിട്ടുണ്ട്. ഇപ്പം കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. ഏതാണ്ട് ഒരു 10 കിലോമീറ്റർ താഴെ. 10 കിലോമീറ്റർ ഒന്നും ഇല്ല, അത് താഴെ ഉള്ളൂ. പെട്ടെന്ന് ചെല്ലും കേട്ടോ. അപ്പോൾ ഇനിയിപ്പം വേറെ പരിപാടിയൊന്നുമില്ല. കുറേ അങ്ങ് ചെന്നിട്ട് കാണാം കേട്ടോ. കാരണം രാത്രി ആയതുകൊണ്ട് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തിട്ട് കാര്യമൊന്നുമില്ല. സോ നമുക്ക് നേരെ അങ്ങോട്ട് പോകട്ടോ. ദേ നിൽക്കുന്നു, കണ്ണ് മാത്രം കാണാം. അതിൻ്റെ ക്രോസ് വെച്ച് വണ്ടി ഇല്ല ക്രോസ് വെച്ച് കണ്ടോ നിൽക്കുന്ന കണ്ടോ. ഡേയ് ശകലം താഴേക്ക് വാടാ. എന്താടാ കുറച്ചുകൂടെ ഒന്നുകൂടെ ക്രോസ് വെച്ച് ശകലം കൂടെ. ഇല്ല വണ്ടി വന്നതല്ലേ, കുഴപ്പമില്ല. എന്നാ പിന്നെ പോട്ടെ. നോക്കടാ, ടാറ്റ. അങ്ങനെ കാണുന്നില്ല. സെറ്റ് ടാറ്റ, ബൈ. അപ്പോൾ അവനെ ഇറക്കി നമ്മളും പോവുകയാണ്. ഉണ്ണിയും പോവുകയാണ്. ടാറ്റ, ബൈ. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മളിൻ്റെ വീട്ടിലോട്ട് പോകുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ടാറ്റ. അതായത് ടാറ്റ പറഞ്ഞേര്. ഓക്കെ, ബൈ.